എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്നലെ ആ ഒരു ധാബയിലായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് രാവിലെ ഇറങ്ങി. അവിടെ ഫുള്ള് നിറച്ച് ചെളിയായിരുന്നു. അപ്പം ഞാൻ സൈക്കിള് ഒരു കണക്കിനെടുത്ത, കാരണം മഴ പെയ്ത് ആകെ ചെളിഞ്ഞ് പൂഴിയായതുകൊണ്ടേ ഫുള്ള് ചെളിഞ്ഞ് നാശമായിട്ടിരിക്കണമായിരുന്നു. പിന്നെ അവരൊന്നും ഇനീച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു 7 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ അതാണ് പറയാനൊന്നും നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ പിന്നെ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ പോകണം സൈക്കിൾ ശരിയാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കയറ്റി വിടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വേറെ റോഡിലിരിക്കുന്നത് സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഞാൻ ടൈറ്റ് ചെയ്ത് അലങ്കി വെച്ചു. പക്ഷേ എന്നിട്ടും ടൈറ്റ് ആയില്ലെന്നോ എന്താണെന്നറിയില്ല. സ്റ്റാൻഡിനും എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ടയറിന് ബാക്ക് ടയർ കോട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഇവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങി. ഏതിലൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കാണിച്ച് റെഡിയാക്കി. ഇപ്പോൾ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും നോക്കും. നേരത്തെ കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇറങ്ങാറുണ്ട്. അപ്പോൾ വണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇറങ്ങാങ്ങാട്. ഞാനിപ്പോൾ അവിടെ നിന്ന് കുറച്ച് തള്ളിക്കൊണ്ട് തന്നെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് നേരം ചോദിച്ചപ്പോൾ ഇവിടെ അടുത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഈ ബ്രിഡ്ജില്ലേ, ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് ഇവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു. ഹായ്, ഇവിടെ കുറച്ച് നേരം ഹായ്, ഇതെന്താ കട? അപ്പോൾ ഇങ്ങനെ ഹൈവേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് കാരണം കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് 30 കിലോമീറ്റർ പോകേണ്ടി വന്നേനെ. ഇപ്പോൾ ഏകദേശം ഒരു 7 കിലോമീറ്റർ ഞാൻ തള്ളിക്കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇന്നപോലെ കടയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് റെഡിയാക്കാൻ പറ്റുന്നത്. അതെ, പ്രമോഷൻ അതിൻ്റെ ഇതാണ്ട കട. ആളെ നമ്മളോട് എടുത്ത് പറഞ്ഞതാ കട കൊണ്ട് എടുത്ത് കാണിക്കുമെന്ന്. ഓക്കെ, നമ്മുടെ ഫ്ലാഗ് ഇങ്ങനെ ഊരി വെച്ചിട്ട് എന്നാലും അതിൻ്റെ ഒരു കമ്പുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരിയാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു. തീർന്നു പകടത്തേക്ക്. Yeah. ഇന്നത്തെ പണി മൊത്തം ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. ആളോട് പറഞ്ഞൊന്ന് മൊത്തത്തിലൊന്ന് നോക്കിയേക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തായാലും അത്രയും പോണില്ലേ, ഇനി പണി കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരുമാതിരി കുദാമ പോലത്തെ ഏരിയയാണ്. അത് കാരണം കിട്ടലും കുറവാണ്. അത്യാവശ്യം 2-3 കമ്പിയൊക്കെ പോയിട്ടുണ്ട്. 3-4 കമ്പി കൊണ്ട് പോയിട്ടുണ്ട് തോന്നുന്നു. ഇവിടെ വന്നപ്പോ ഇവരുടെ പേര് നമ്മൾ വെച്ചിട്ട് അതേപോലെ പരിചയപ്പെടുത്തി തരാം. ഭയ്യ, ഞാൻ मौलिक चौहान पालड़ी, संजय चौहान, अशोक चौहान, सूरज चौहान. എല്ലാരും ജോഹാനാണ്. അപ്പൊ ഇവിടെ ഇത് കമ്പി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം കുറച്ച് ഒരു കമ്പി ഇട്ട് നോക്കി, ഒരു വേറെ ടൈപ്പ് ഇങ്ങനത്തെ ടൈപ്പ് ഇട്ട് നോക്കി. പക്ഷെ ഇട്ടിട്ട് കറക്റ്റ് ആണല്ല. അപ്പൊ വേറൊരു കമ്പി കൊണ്ടുവന്നിട്ടുണ്ട്. റെഡിയായോ? गाड़ी ठीक कर रहे हैं अभी हम. थोड़ी देर में हो जाएगी. पाइप को इधर से निकालेंगे. जल्दी निकालेंगे. और पाइप को हमारी तरफ से बहुत सा प्यार. പെട്ടെന്ന് ചെയ്തു തരാന്നൊക്കെ പറയണ. എന്താണെന്നറിയില്ല. ചെയ്തൊക്കെ കിട്ടിയാൽ മതിയാണ്. കാരണം 2-3 കടകളിൽ നമ്മൾ പോയി. പിന്നെ ഇന്ന് തന്നെ ഒരു 7 കിലോമീറ്ററിന് അടുത്ത് എന്തോ നടന്നു. ഭയങ്കര ഇടങ്ങേറായിപ്പോയി. കാരണം ഇവിടെ അടുത്ത് കടകളുണ്ടെങ്കിലും മിക്ക കടകൾക്കും പണി അറിയില്ല ഈ ഒരു ഇത് ചെയ്യാൻ. അപ്പൊ ആകെ ഒന്നുള്ളതൊന്നും ഇവിടെയും പിന്നെ DC എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത്. അപ്പൊ ഭയ്യ ये जगह का नाम क्या है? ये जगह ബിലിഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഉള്ള. ബിലിഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഉള്ള. അപ്പൊ ഇവിടെ ആകെയുള്ള കട ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്നാണ് വഴിയിൽ വെച്ച് കണ്ട ആളുകൾ പറഞ്ഞത്. അപ്പൊ അത് കാരണം ഇങ്ങോട്ട് ഡയറക്റ്റ് വന്നത്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇനി ഒരു 30 കിലോമീറ്റർ നമ്മൾ പോകേണ്ടി വന്നേനെ. ശരിക്കും 34 കിലോമീറ്റർ ഉണ്ടാകുന്ന ഞാൻ നേരത്തെ നോക്കിയപ്പോൾ 30 അല്ല. നമ്മ ഇനി ഇവിടെ നിന്ന് 20 സംതിങ് ഏതോ കിലോമീറ്റർ ഉള്ളൂ. 30 ഞാൻ വെറുതെ പറഞ്ഞാൽ 20 സംതിങ് കിലോമീറ്റർ ഉള്ളൂ.
ഏകദേശം 7 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു ഇങ്ങോട്ടേക്ക്. നടന്ന് തന്നെ വന്നത് കേട്ടോ. ഇപ്പോൾ കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ആള് ചെക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. എല്ലാം ശരിയായാൽ മതിയായിരുന്നു. കോട്ടുണ്ടാന്ന് നോക്കുന്നത് ഫുള്ള്. എനിക്ക് ഒരു 3-4 കമ്പി എന്തോ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആള്. 20 वर्ष पुराने कारीगर, 20 years. ये हमारा कारीगर है, 20 वर्ष पुराने, 20 वर्ष उसको भी हुए. ना कड़ा नहीं बोला नहीं कुछ डायरी भी कर देगा. സൈക്കിൾ അവിടെ ഇടങ്ങേറായിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. വെയിലുണ്ട്, മഴയുണ്ട്, മഴ പൊടിയുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ 2 ദിവസമായിട്ട് മഴയാണ് ഭയങ്കര. പിന്നെ മിക്കവാറും പോണ വഴിക്കൊക്കെ ഉണ്ടാവും. രാജസ്ഥാനിൽ എനിക്ക് തോന്നുന്നത് മഴയാണ്. ഓ രാജസ്ഥാൻ ബാരിഷ് है ना? राजस्थान में बारिश है ना? बारिश है, ये बारिश രാജസ്ഥാനിൽ ബാരിഷ മഴയാണെന്ന് തോന്നുന്നുണ്ട്. അത് ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ടാവില്ല. പിന്നെ എനിക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവരെ ഇങ്ങനെ പരിചയപ്പെടുത്തണം. അതായത് ഒരാളുകളെ കണ്ടിട്ട് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തണമല്ലോ. അതെങ്ങനെയെന്ന് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല. അതും വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താനൊന്നും പറ്റില്ല ഇവരെ. അപ്പോൾ അതാണ് ഏകദേശം സൈക്കിളിലെ പണി കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒന്ന് വെൽഡ് ചെയ്യാണ്ട് ഇത് കണ്ട ഒടിഞ്ഞു പോയി. അപ്പോൾ അവിടെ ഒടിഞ്ഞേക്കണോണ്ടേ നമുക്ക് സൈക്കിൾ കിട്ടുമ്പോൾ ഭയങ്കര ഇളക്കം. ബാക്ക് ഇത് വെച്ചേക്കണം, സ്റ്റാൻഡ് വെച്ചേക്കണം. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആള് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ ആ വെൽഡിങ്ങും പിന്നെ ഈ സൈക്കിൾ റെഡിയാക്കണ കടയും അടുത്ത് തന്നെ ഉണ്ടാകുന്ന നന്നായി. അതാകുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ആ പരിപാടി ചെയ്തിട്ട് നേരെ അങ്ങ് പോകാമെന്ന് വെച്ച്. പരിപാടി ഏകദേശം സൈക്കിൾ ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരെ രാജസ്ഥാനിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് വെൽഡിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വെൽഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. ആളുടെ കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞ ആള് വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ഹായ് പോലോ തന്നെ. ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങാം. ഇത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്രയെന്ന് അറിയില്ല, ചോദിച്ചിട്ട് കൊടുത്തിട്ട് ഇറങ്ങാം എന്തായാലും. ഏകദേശം സൈക്കിൾ റെഡിയാക്കി നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. സൈക്കിൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ കേബിൾ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. കേബിൾ സ്റ്റക്കാണ്ടായിരുന്നു. എനിക്കൊന്നും ആ ഓയിലിടാത്തതിൻ്റെ ആണെന്ന് അറിയില്ല. പുള്ളി ഓയിലൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് നോക്കി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം വെൽഡ് ചെയ്തപ്പോൾ ഏകദേശം 20 രൂപയേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ സൈക്കിൾ റെഡിയാക്കി വന്നപ്പോൾ കമ്പിയെല്ലാം മാറ്റിയത് വന്നപ്പോൾ ഏകദേശം 80 രൂപയേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അബൂറൂട്ട് പോകണേണ്. അപ്പോൾ എത്രയെന്ന് അറിയില്ലേന്ന്. അപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ ഇത്ര നേരം ഒരു ചെറിയ വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ച് ദിവസത്തേക്ക് മഴയെന്നാണ് പറഞ്ഞത് ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മളിനി പോകാൻ പോണത് പാലൻപൂർ വഴിയാണ് പോണത്. പാലൻപൂർ വഴിയാണ് അബുലേക്ക് പോണത്. ഇപ്പോൾ ഇവിടെ ഒരു പാലം, വലിയൊരു ബ്രിഡ്ജിൻ്റെ മേലാണ്. അത് ഇവിടെയുള്ള കിടിലം കാഴ്ച കണ്ടോ കേട്ടോ. ഇവിടെ ഫുള്ള് വീടാണ്. നല്ല കിടിലം വ്യൂ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന്. ഒരു മഴയുണ്ട് കേട്ടോ ഇവിടെ, ചെറിയൊരു മഴയുണ്ട്, പൊടി മഴയുണ്ട് ഇവിടെ അല്ലേ. ഫ്ലാഗ് ഒന്ന് പറക്കണം. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല ശരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് യാത്ര മുന്നോട്ട്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടോ, അബു റോഡ് ലെഫ്റ്റ്, പാലൻപൂർ സ്ട്രെയിറ്റ്. അത് തന്നെ പാലൻപൂർ തന്നെ. പിന്നെ അഹമ്മദാബാദ് റൈറ്റ് സൈഡിലേക്കാണ്. നമുക്ക് എന്തായാലും അഹമ്മദാബാദിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അഹമ്മദാബാദ് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്കിനി നേരെ അബു റോഡിലേക്ക് പോവാം. ഇല്ല, അത്യാവശ്യം വലിയ ടൗൺ തന്നെ, വലിയൊരു സിറ്റി തന്നെയാണ് ഇത്. പിന്നെ അതെ ഇപ്പോൾ സിഗ്നലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാം.
അത്യാവശ്യം വലിയ വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. വന്നൊരു മാളുകൾ എന്തോ കണ്ടോ തോന്നി, മാളൊക്കെ ഉണ്ടെന്ന്. നമ്മളിപ്പോൾ അബു റോഡിലേക്ക് കയറി കേട്ടോ. അബു റോഡ് അബു പോണ റൂട്ടാണിത്. ഏകദേശം 50 സംതിങ് കിലോമീറ്റർ ഉണ്ട് അബുവിലേക്ക്. അപ്പോൾ നമ്മൾ മിക്കവാറും എത്തുമ്പോൾ എനിക്കൊന്ന് വൈകിട്ടാവും എന്തായാലും. ഇപ്പോൾ തന്നെ 3 മണിയായി, ഏകദേശം ഒരു 6-7 മണിയാകും തോന്നുന്നുണ്ട് എന്തായാലും. ഇല്ലേ, അത്യാവശ്യം വലിയ സിറ്റി തന്നെയാണിത്. പിന്നെ ഈ വഴി വന്നപ്പോൾ കണ്ടാട്ടെ, ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ടൈല് കട, മാർബിളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇപ്പുറത്തും ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. അപ്പോൾ ഈ വന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളിലും കുറേ കടകളുണ്ട് കേട്ടോ മാർബിളിലേക്ക്. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ വണ്ടികളല്ലേ, മാർബിള് വലിയൊരു പീസൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണുണ്ടായിരുന്നു. ലോഡും വണ്ടിയില്ലേ വലുത്, അതിൽ കൊണ്ടുപോകണ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം ഇതിൻ്റെ എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതെന്താ ലോഡ് കൊണ്ടുവരണമെന്ന് അറിയില്ല കേട്ടോ. അല്ലേ, അബു റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കയറ്റമുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം കയറ്റങ്ങൾ ഇപ്പോൾ കിട്ടി. അപ്പോൾ അത്യാവശ്യം കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു 4-5 കയറ്റം കഴിഞ്ഞിപ്പോൾ. എനിക്കൊന്നും ഇതൊരു ട്രെയിനിങ്ങാണ്, ഒരു പ്രാക്ടീസാണെന്ന് തോന്നുന്നു അങ്ങാടി കയറാനുള്ള. അതെന്തോ കയറ്റം 10 കിലോമീറ്ററൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അറിയില്ല എത്ര ഉണ്ടെന്ന്. ഇവിടുന്ന് ഇനി ഉണ്ട്, അത്യാവശ്യം ലോങ് ഉണ്ട് ഇവിടുന്ന്. ഇല്ല, ഇതാണ് റോഡ്. ഇപ്പോൾ ഒരു ഇറക്കമുണ്ട്. നമ്മൾ ആ കയറ്റം കയറി വന്നല്ലോ, ആ കയറ്റം കയറി വന്നതിൻ്റെ ആ ഇറക്കമാണ്. അപ്പോൾ ഇനിയും കുറേ പോകാനുണ്ട്. കണ്ടില്ലേ, ഏകദേശം അബു റോഡ് 50 കിലോമീറ്റർ. പിന്നെ അവിടുന്ന് മൗണ്ട് അബുവിലേക്ക് ഉണ്ട്, എന്തോ 20 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഏകദേശം. ഇപ്പം ഞാൻ ഒരു ഇത് കണ്ടാകുന്നുണ്ട്, ഗോഡൗൺ. ഇവിടെ ഇഷ്ടംമാതിരി ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ കട്ട കൂട്ടിയിട്ടായിരുന്നു. ഇപ്പം ഇവർ ഇത് കട്ട് ചെയ്ത് കൂട്ടിയിട്ടായിരുന്നു കുറേ വേസ്റ്റുകൾ വന്നത്. അപ്പുറത്ത് പണിയുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തുവാണ് മിസ്റ്റേക്ക്. കാരണം ഇത് മറ്റേന്ന് പറഞ്ഞാൽ സാധനം എടുത്ത് വെക്കണ സാധനമാണ് ഈ ഇത് കട്ട. പിന്നെ ഇത് കട്ട് ചെയ്യണതും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ഏതോ മെഷീൻ ഉണ്ടെന്ന് തോന്നുന്നു. ഉള്ളിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അമ്മ കയറാൻ നിന്നില്ല. അവർ ആ മെഷീനിലെടുത്തിട്ട് സാധനം പൊക്കി വെക്കാനുള്ള മെഷീൻ എന്തോ ആണ്. എന്നിട്ട് അത് കട്ട് ചെയ്യണ വേറെ മെഷീൻ എന്തോ ഉണ്ട്. നമ്മൾ വേറെ ഒന്നും കണ്ടില്ല. അത് ഇപ്പുറത്തേക്ക് ഉണ്ട്, ഇവിടേക്ക് ഉണ്ട്. പക്ഷേ സൈക്കിള് സ്റ്റാൻഡ് റെഡി ആയിട്ടില്ല ഇതുവരെ. വെയിറ്റ് ഉള്ളതുകൊണ്ട്, സാധനത്തിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉള്ളിൽ കയറി കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാനിങ്ങനെ ഒരു കാഴ്ച പോകണമെങ്കിൽ കണ്ട്, അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമല്ലാന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാനൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് അത് കയറി ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടെ നിന്നൊക്കെ വലിയ വണ്ടിക്ക് മാർബിളിൻ്റെ വലിയ പീസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വലിയൊരു കട്ട പോലത്തെ പീസാണ് കേട്ടോ. അതിവിടെ കൊണ്ടുവന്ന്, ഇവിടെ ഗോഡൗൺ പോലെ ഉണ്ട്, ഇവിടെ കൊണ്ടുവന്ന് അവർ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ വെക്കണത്. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടായിരുന്നു, പക്ഷേ അപ്പുറത്തെ സൈഡായിരുന്നു. ഫോൺ വയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉണ്ടാവും, കാരണം ഇവിടെ ഇഷ്ടംമാതിരി വണ്ടികൾ അതേപോലെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഈ ഒറ്റയിടത്തേക്ക് മാത്രമായിരിക്കില്ല, ഇഷ്ടംമാതിരി സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവും. ഞാൻ നോക്കട്ടെ, ഫോൺ വയ്ക്ക് ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണില്ല, നേരത്തെ ആ കട്ട് ചെയ്തതിൻ്റെയൊക്കെ വേസ്റ്റാണ്ട് ഈ കൊണ്ടുവന്നിട്ടേക്കണ. എന്താ കയ്യിൽ വള്ളിയൊക്കെ ഇട്ട് വേണം. അപ്പോൾ നമ്മൾ കയറാൻ നിന്നില്ല അതിൻ്റെ ഉള്ളിൽ, അവിടെ നിന്ന് പോകുന്നു. കയറി കഴിഞ്ഞാൽ പിന്നെ ടൈം, പിന്നെ അവർ കയറി ഷൂട്ട് ചെയ്യാനൊക്കെ സമ്മതിക്കുമായിരിക്കും. കാരണം ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ എനിക്ക് തോന്നുന്നു സമ്മതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഷൂട്ട് ചെയ്യാനൊക്കെ കട്ട് ചെയ്യണം കാണണം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പോലെ അത്യാവശ്യം ലോങ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങാടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല മിക്കവാറും മൗണ്ട് അബു കയറാൻ പറ്റുമെന്ന്. മിക്കവാറും നാളെ രാവിലെ ആയിക്കോളൂ. ഇപ്പോൾ ഏകദേശം ഇന്ന് 4 മണി 6 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എത്തും. 50 മേലെ ഉണ്ട്. ഇവിടെ തന്നെ അബു റോഡിലേക്ക് 50 ഉണ്ട്. അവിടെ നിന്ന് 20 കിലോമീറ്റർ എന്തോ മേലിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് എന്തായാലും പോയി നോക്കാം, മുന്നോട്ട് പോയി നോക്കാം. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാണ്ട് വന്നേക്കണം. അപ്പോൾ ഇവിടെ 2nd ഫ്ലോറിലാണ് ഫുഡുള്ള. അപ്പോൾ ആദ്യം ഫുഡ് ചപ്പാത്തി ഉണ്ട്, പിന്നെ അത് എന്താ പരിപ്പ് ഉരുളക്കിഴങ്ങ് എന്തോ ഒരു കറിയാണ്, ഞാൻ നോക്കിയില്ല. പിന്നെ റൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടുന്ന് കഴിച്ചോ, അതിൽ പൈസയൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഫുഡ് ഇപ്പോൾ റൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചപ്പാത്തി കഴിക്കാമെന്ന് ചോദിച്ചു. റൈസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ റൈസാണ്. അപ്പോൾ രാജസ്ഥാനിൽ ഇപ്പം വന്നിട്ട് ആദ്യത്തെ ദിവസം ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു റൈസ് കൊണ്ടുവന്നിട്ടുണ്ടോ. ഇതാണ് റൈസ്. ഇതും ഇവിടെ നമ്മുടെ ഗുജറാത്തിലും ഇതേപോലത്തെ റൈസ് ഞാൻ കഴിച്ചായിരുന്നു. ഏകദേശം ഇതേപോലെയൊക്കെ ഇരിക്കാൻ റൈസ് കഴിച്ചാൽ ടേസ്റ്റ് ചെയ്ത് നോക്കില്ല. എന്തായാലും നമ്മൾ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇത് കഴിച്ച് വേറെ ഫുള്ളാക്കാലെന്ന് ചോദിച്ചു.